ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞതാണ്. ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ഇനി വർക്ക് തീരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ മൊത്തം അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ സർവീസ് റോഡിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. സർവീസ് റോഡിൻ്റെ നമ്മുടെ മെട്രോൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഏരിയ ആണ്. റോഡിൻ്റെ അവിടെ വരെ ടാറിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 18 മീറ്റർ താഴ്ചയിലുള്ള പൈലിങ് നടത്തുന്നൊരു വർക്കായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഏരിയ കേട്ടോ. നല്ല ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഒരു 60 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ. അത് നമ്മുടെ ഈ ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് ആ ഭാഗത്തൊക്കെ ഒരു മണ്ണിടിച്ചിലൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവരുടെ വർക്ക് ഇവർ സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഇവിടെ മൊത്തം പൈലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൈലിങ് ഇതാണ്ടോ അടുപ്പിച്ചിട്ട് ഇവിടുന്ന് ഈ പൈലിങ് ഇതായി തുടങ്ങുന്ന ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിൻ്റെ തൊട്ടടിഭാഗത്തു നിന്ന് തന്നെ കരിമ്പാറ തുടങ്ങുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ അടിയിലേക്ക് ആ റോഡിനെക്കാട്ടിയും ഒരു 18 മീറ്റർ പറഞ്ഞാൽ എത്ര അടിയായി? 60 അടിയോളം താഴ്ചയിലല്ലേ? 18 മീറ്റർ എന്നാട്ടോ പറഞ്ഞത്. താഴ്ചയിൽ അടിപൊളി പൈലിങ് ഇതാ ഈ ബിൽഡിങ്ങിന് സപ്പോർട്ടായിട്ട് നല്ലൊരു പൈലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വാളാട്ടോ. ഇതൊരു സൈഡ് വാളാണ്. ഏത് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയൻ്റെ ഒരു സൈഡ് വാളാണ്. അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് ഇതാ ഈ ഭാഗത്ത് കൂടിയാട്ടോ പോകുന്നത്. നമ്മുടെ പൈലിങ്ങിൻ്റെ സൈഡിൽ കൂടി ഒരുപാട് താവാനുണ്ട്. ഏകദേശം ഒരു 25-30 അടിയോളം ഉയർച്ചയിലാണ് നമ്മുടെ റോഡിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ സർവീസ് റോഡ് വരുന്നത്. അതുവരെയൊക്കെയുള്ള ഫുള്ള് കരിങ്കല്ലൊക്കെ കട്ട് ചെയ്ത് 3 വരിപ്പാതൻ്റെ ഏകദേശം പാകമായിട്ട് കരിങ്കല്ലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ അതിൻ്റെ മുകളിൽ അവിടെ ഒരു സൈഡ് വാൾ കോൺക്രീറ്റ് വരുന്നുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാറിങ് അത് ഏകദേശം ഒരു 5 മീറ്റർ വീതി കിട്ടുമായിരിക്കില്ലേ? 6 മീറ്ററൊക്കെ കിട്ടിയാൽ കഴിച്ചിലായി. ഇവിടെ നോക്കിയിട്ട് ഇപ്പോൾ അത്രയൊന്നും വീതി കിട്ടാത്ത മാതിരിയൊക്കെ തോന്നും. പക്ഷേ അടിയിലേക്ക് ഇങ്ങനെ വർക്ക് പോകുമ്പോൾ ഒരു 6 മീറ്ററൊക്കെ കിട്ടിയാൽ 2 വാഹനങ്ങൾക്ക് ബ്ലോക്ക് ആയാലൊക്കെ കഴിച്ചിലായി പോകാം. 6 മീറ്റർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പോൾ ഇവിടെ കുറച്ച് കാലമായിട്ട് വർക്ക് പൈലിങ് ചെയ്ത് വെച്ച് പോയ മാതിരി തന്നെയാണ്. ഇനി ഏതായാലും മഴ കഴിയാൻ കാത്തിരിക്കായിരിക്കും തോന്നുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. അതുകൂടാതെ ആ ഒരു ഏരിയ മണ്ണ് ഇടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഒരു റോഡ് ഈ സൈഡിൽ കൂടി വാഹനങ്ങൾ പോകുന്ന ഈ ഭാഗം അടയ്ക്കേണ്ടി വരും. ഇപ്പം തന്നെ അവിടെ എത്തുമ്പോൾ ഒരു വരിപ്പാതായിട്ട് 2 വരിപ്പാതായിട്ട് ചുരുക്കിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പോകുന്നത്. ആ ഒരു ചുരുക്കലും കാരണം പിന്നെ ഹൈലൈറ്റിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു എക്സിറ്റ് മാതിരി ഇപ്പോൾ തൽക്കാലം അത് കാരണം വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ബ്ലോക്കാട്ടോ. ഈ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ള ഈ ഭാഗത്തു കൂടി ഒരു വാള് വേറെ വരാനുള്ളതാണ്. അത് നമ്മുടെ പൈലിങ്ങിന് അനുപാതികമായിട്ട് ഇവിടെ നല്ലൊരു വാള് കോൺക്രീറ്റ് വാൾ ഉഷാറായിട്ട് വരാനുണ്ട്. അത് ഏകദേശം ഇവിടുന്ന് ഈ ഹൈറ്റിലേക്ക്. ഏതായാലും നമ്മുടെ സർവീസ് റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ഈ കയറ്റം ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു കയറ്റമായി മാറും സർവീസ് റോഡിൻ്റെ. ഏകദേശം നമ്മുടെ അടിയിൽ 6 വരിപ്പാത പോകുന്നതിൻ്റെ ഒരു 5 അടിയും കൂടി മുകളിലായിട്ടായിരുന്നു പണ്ടത്തെ റോഡ്. ആ റോഡ് ഇപ്പം നമുക്ക് അന്ന് പോയ ബൈപ്പാസ് ഇനി സർവീസ് റോഡ് വരുമ്പം ഒരു നല്ലൊരു കയറ്റം സർവീസ് റോഡ് ഉപയോഗിക്കുന്ന നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ നല്ലൊരു കയറ്റം ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടും. ഇവിടെയൊക്കെ നമ്മുടെ പൈലിങ് മെഷീനൊക്കെ വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ ക്യാംസിൻ്റെ പണിക്കാർ മൊത്തം എവിടെയാണ്? നമ്മുടെ കോരപ്പുഴ പുറക്കാട്ടിരി പാലം വർക്കിൻ്റെ അവിടെയാണ് എല്ലാ വർക്കേഴ്സും. പിന്നെ നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അപ്പുറത്ത് കുറച്ചൊരു വർക്ക് നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഈ വീഡിയോയിൽ അതുകൂടി കൊള്ളിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മുടെ മെട്രോൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ റോഡുകളൊക്കെ ഓക്കെ കേട്ടോ. നമ്മുടെ മാത്ര ഭാഗത്തു നിന്ന് വരുന്ന റോഡും ഇതിലൂടെ ആയിരുന്നു പണ്ടത്തെ റോഡ്.
ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പാലായി മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു എളുപ്പ റോഡായിരുന്നു. ആ റോഡൊക്കെ ഇപ്പോൾ ഇനി കുറച്ചും കൂടി ചുറ്റി വളഞ്ഞ് പോകണം. കണ്ടാ, ആ റോഡിലേക്ക് മുട്ടുന്ന റോഡായിരുന്നു കേട്ടോ അത്. ഇപ്പം നമ്മുടെ ആറുവരിപ്പാത വന്നതോടുകൂടി അത് ക്യാൻസലായി. ഇനി ഇവിടുന്ന് ഹൈലൈറ്റിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പാലായി ആ ഭാഗത്തേക്ക് പാലാന്നാണ് അങ്ങോട്ട് പറയാം, അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകണം. ആ ഹൈലൈറ്റ് ജംഗ്ഷൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലോക്കാട്ടോ. ഇനിയിപ്പോൾ സർവീസ് റോഡും കൂടി അങ്ങോട്ട് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ട. സർവീസ് റോഡ് നല്ല ബ്ലോക്കിലാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ പോകുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്ങിൻ്റെ ഹൈലൈറ്റിൻ്റെ ഏരിയ കേട്ടോ. മൊത്തം ഹൈലൈറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏരിയ അവിടെയാണ്. അതായത് നമ്മുടെ WTC വേൾഡ് ട്രേഡ് സെൻറ്റർ അല്ലേ, അതൊക്കെ അവിടെ ആയിട്ടാണ് വരുന്നത്. അത് ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. അതിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള വേറൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക്, ഒരു 7 നില ബിൽഡിങ്ങിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മാറ്റമായിട്ടാണ് അവിടെ സംഭവിച്ചത്. ഇവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്, അതിൻ്റെ ബാക്കിലൊക്കെ ഇനി ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഇതാണ് മെട്രോ ഹോസ്പിറ്റൽ, കാർഡിയാക് സെൻറ്റർ. അറ്റാക്ക് വന്നാൽ ആദ്യം ഓടി വരും എല്ലാവരും ഇങ്ങോട്ട് കേട്ടോ. ഈ തൊട്ടടുത്തുള്ളവരൊക്കെ ചിലവ് എത്ര വരുന്നതെന്ന് അറിയില്ല. ഏതായാലും ചെറിയൊരു മെലിഞ്ഞൊരു ഹോസ്പിറ്റലാണ്, എന്നാലും ഇവിടെ നല്ല തിരക്കാട്ടോ. ഇപ്പം എല്ലാവരും അറ്റാക്കിൻ്റെ ആൾക്കാരല്ലേ, എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളാണൊക്കെ പ്രശ്നം. അപ്പോൾ അതാണ് സർവീസ് റോഡ്. ഈ ഇത്രയും ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അവിടെ ഒരു എക്സിറ്റ് ആട്ടോ. അതിപ്പോൾ എക്സിറ്റും എൻട്രി ആയിട്ട് ഉപയോഗിക്കണം അപ്പോൾ അവിടെ, അല്ലാതെ ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബൈപ്പാസിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എക്സിറ്റ് ആവാനും, അതുപോലെ ബൈപ്പാസിലേക്ക് കയറിയിട്ട് വേണം ഹൈലൈറ്റ് അപ്പുറത്തേക്കുള്ള സർവീസ് റോഡിന് അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു ന്യൂട്രൽ അങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങൾ. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറുവരിപ്പാതയിലേക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഇതാണ് നമ്മുടെ സർവീസ് റോഡ് വരേണ്ട ഇപ്പോഴത്തെ സർവീസ് റോഡ് വരേണ്ട ഭാഗം കേട്ടോ. ഇതൊക്കെ പണ്ട് അവർ ഹോൾസ് ഇട്ട് പൊട്ടിച്ച പാറ മോൾ ഭാഗം, പിന്നീടായിട്ട് അവർ കട്ട് ചെയ്ത് എന്താണല്ലേ നല്ല ഫിനിഷ് കട്ടിങ് ആണ്. ഇവിടെ ഇനി അതാ ഈ പാറൻ്റെ മുകളിലായിട്ട് ഒരു 3-4 അടി ഉയർച്ചയിലായിരിക്കും കേട്ടോ നമ്മുടെ സർവീസ് റോഡ് പോവുക. ബാക്കിയുള്ളത് ഹൈലൈറ്റിൻ്റെ ഒരു വാളായിട്ട്, കോൺക്രീറ്റിൻ്റെ അടിപൊളി വാളായിട്ട് അവിടെ ഇങ്ങനെ വരണം. ആ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തേക്കുള്ള എൻട്രി ഉണ്ടോ, അവിടെ ഏതായാലും എൻട്രി ഉണ്ടാവില്ല. മെട്രോൻ്റെ അവിടെ ആയിരിക്കും എൻട്രി വരിക. എന്നുവെച്ചാൽ മെട്രോക്ക് കൂടി ഉപകാരമുള്ള തോതിൽ അവിടെ ഒരു എൻട്രി ഇപ്പോൾ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞതാണ്. ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇനി അവിടെ ഉണ്ട് നമ്മുടെ ലാൻഡ്മാർക്ക്, ആ ബിൽഡിങ്ങിൻ്റെ കൂട്ടല്ലേ, അതിൻ്റെ ഇപ്പുറത്തെ അടുത്ത ഭാഗത്ത് കുറച്ച് സർവീസ് റോഡ് ടോൾ ഗേറ്റിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് കുറച്ച് വർക്ക് അവിടെ നടക്കാനുണ്ട്. അപ്പം നമ്മൾ ടോളിൻ്റെ അടുത്ത് നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ 3 പാലത്തിൻ്റെ വർക്കാണ് ഇവിടെ നടന്നത്. 2 പാലത്തിൻ്റെ വർക്ക് പുതിയതുള്ളൂ കേട്ടോ. ഒരു പഴയ പാലുണ്ട്, അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ടോളി എന്താ രസമല്ലേ കാണാൻ. ആ ബാക്ക്ഗ്രൗണ്ട് കൂടി ആകുമ്പോഴാണ് ടോളിന് രസം കാണാൻ. അപ്പോൾ ആ ഭാഗത്തേക്ക് വെളിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ റോഡ് കണ്ടങ്ങൾ നമ്മുടെ പഴയ പാലത്തിൻ്റെ മാർക്കിംഗ് ആട്ടോ അത് കാണുന്നത്. പഴയ പാലതാ ഇവിടുത്തെ ഇതാ ഈ ഒരു മാർക്കിംഗ് ആണ് കാണുന്നത്. ഇത് പുതിയ പാലം ഈ ഭാഗത്തേക്കുള്ളത്. ഇപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ ഇവിടെ ഒരു 5 വരി പാതമാണ് സംഭവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പാലം പല ഭാഗത്തും മലപ്പുറം ഏരിയയിലേത് നമ്മുടെ കൂരിയാട് കഴിഞ്ഞിട്ടുള്ള ആ പാലൊക്കെ 2 പാലം, അവിടെ 2 പാലമേ ഉള്ളൂ. അവിടെ 3ാമതൊരു പാലം നിർമ്മിച്ചിട്ടില്ല. ഏതായാലും ഇവിടെയൊക്കെ 3 പാലം നിർമ്മിച്ച് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ എല്ലായിടത്തും 3 പാലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതായാലും ഇവിടെ നല്ലൊരു വീതിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നതന്നെ ഉള്ളൂ. ഇവിടെ സർവീസ് റോഡ് ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ നല്ലൊരു വീതിയുള്ളൊരു ഏരിയ ആയിട്ട് മാറുന്നുള്ളൂ. പാലം ഇവിടെ നിർമ്മിച്ച് വെച്ചെന്നുള്ളൂ. സർവീസ് റോഡുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ലത്. ഇവിടെ സർവീസ് റോഡ് ഇല്ലല്ലോ, ടോളിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് സർവീസ് റോഡില്ല. അതുപോലെ
പുഴക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ മുകളിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വരിപ്പാതൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ സർവീസ് റോഡിലേക്ക് ഇറങ്ങുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ 2 പാലം കൂടെ ഒരുമിച്ച് ടാറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജോയിൻ്റ് ആയി കാണുന്നത് ഇതാട്ടോ, ഇതാണ് ഈ ജോയിൻ്റ്. ഇതിപ്പോൾ വെയിലുണ്ടാലും ഇങ്ങനെ ഒരു ചാലുമാതിരി ആവൂലേ, ടാറ് ഉരുക്കി അങ്ങനെ അങ്ങോട്ട് പോവും. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ വലിയ വലിയ ട്രക്കുകൾ വാഹനങ്ങളൊക്കെ നിർത്തിയിടുന്ന ഒരു ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട്. ഭാവിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ടോളിൻ്റെ അവിടെ ഈ വലിയ വാഹനങ്ങളിലൊക്കെ പോകുന്ന ഡ്രൈവർമാരൊക്കെ എവിടെയെങ്കിലും നിർത്തി റെസ്റ്റ് എടുക്കണ്ടേ. ഇവർക്ക് ഈ കോഴിക്കോട് ബൈപ്പാസിലൊന്നും ഇവിടെ ഒരു ബാലില്ല കേട്ടോ, അതായത് നിർത്തിയിടാനുള്ളൊരു സ്ഥലമില്ല. ഇവിടെ നാട് പോയിട്ട് അവിടെ നമ്മുടെ കോഹിന്നൂർ ഭാഗത്ത് മലപ്പുറത്തേക്ക് കയറി അവിടെയാണുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാഹനങ്ങൾക്ക് ഒരു 10-20 വാഹനങ്ങൾ നിർത്തുമ്പോഴത്തേക്കും അത് ഫുള്ളാകും. പോരല്ലോ. ഇവിടെ തന്നെ ഇപ്പോൾ എത്ര വാഹനങ്ങളുണ്ട്, ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് ഇവിടെ. അതുപോലെ അപ്പുറത്തെ സൈഡും ടോൾ കഴിഞ്ഞ പാടെ തന്നെ അങ്ങനെ നിർത്തിയിടും. സ്നേഹിതന്മാർ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതാക്കാട്ട് ചെയ്താൽ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.